സ്ത്രീലമ്പടന്മാരെ കണക്കിന് വിമർശിക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ മുതിർന്ന IAS ഉദ്യോഗസ്ഥനും കേരളത്തിൻ്റെ ചീഫ് സെക്രട്ടറിയുമായ ഡോക്ടർ എ ജയതിലകിനെതിരെ കീഴുദ്യോഗസ്ഥകളും മറ്റ് ജീവനക്കാരികളും സർവീസ് സംഘടനകളും നൽകിയ ലൈംഗിക വേട്ടയുമായി ബന്ധപ്പെട്ട പരാതികൾ എന്തുകൊണ്ട് പൂഴ്ത്തിവെച്ചു? അത്തരക്കാർക്കെതിരെ നിയമപരവും മാതൃകാപരവുമായ നടപടി സ്വീകരിച്ച ശേഷമല്ലേ രാഷ്ട്രീയ പ്രതിയോഗികൾക്കെതിരെ ചാട്ടവാറെടുക്കേണ്ടത്? സ്ത്രീ സുരക്ഷ ഉറപ്പാക്കുന്നതിൽ ഒരു തരിയെങ്കിലും ആത്മാർത്ഥതയുണ്ടെങ്കിൽ ആരോപണ വിധേയനായ IAS ഉദ്യോഗസ്ഥനെ ചീഫ് സെക്രട്ടറി ആക്കുമോ? ലൈംഗിക വൈകൃത സ്വഭാവത്തിനുടമയാണ് ചീഫ് സെക്രട്ടറി എന്ന അനുഭവസ്ഥ രേഖാമൂലം പരാതിപ്പെട്ടിട്ടും അയാളെ താക്കോൽ സ്ഥാനത്ത് ഇരുത്തിയതിലെ ഗൂഢോദ്ദേശ്യം എന്താവും? അഴിമതിക്കും പേരുകേട്ടവനായതിനാൽ അനഭിമതനെ തന്നെ സ്വന്തം കീശ വീർപ്പിക്കാനും പാർട്ടിക്ക് 10 കാശുണ്ടാക്കി കൊടുക്കാനുമായി ആ കസേരയിൽ ഇരുത്തുകയായിരുന്നു. അതോ ചീഫ് സെക്രട്ടറി സൽഗുണസമ്പന്നനും സത്യസന്ധനുമാണെന്ന സർട്ടിഫിക്കറ്റ് നൽകി അയാളെ അരിയിട്ട് വാഴിക്കുകയാണോ? ഒരാൾ മാത്രമാണ് പരാതി കൊടുത്തതെങ്കിൽ ഊഹിക്കാം അതിന് പിന്നിൽ എന്തോ വ്യക്തി താല്പര്യങ്ങൾ അന്തർലീനമാണെന്ന്. പക്ഷേ ഒന്നിലധികം പേർ പരാതികളുമായി എത്തുമ്പോൾ, അതും തെളിവുകളുമായി എത്തുമ്പോൾ, അതിന്മേലൊരു പ്രാഥമിക അന്വേഷണത്തിന് ഉത്തരവിടേണ്ടതായിരുന്നില്ലേ? അതല്ലേ ഭരണകൂട മാന്യത? ഡോക്ടർ ജയതിലകിനും PT കുഞ്ഞുമുഹമ്മദിനും നാട്ടിലെ നിയമങ്ങൾ ബാധകമല്ലെന്നുണ്ടോ?